ഒരു ദിവസം രാത്രി ഈ അപരിചിതരായ രണ്ടുപേര് കണ്ടുമുട്ടുന്നത് അവരുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു സംഭവമൊക്കെയാണ്. ഒരു ക്രൈമുണ്ട്, പക്ഷെ അതിന് ഭയങ്കര ഒരു ഡാർക്ക് കോമഡിയുടെ ചെറിയ ഷെയ്ഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ശ്രീരാം രാഘവൻ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒന്നും പടം പിടിക്കില്ല, മനസ്സിലായ പടം സ്ലോ പേസാണ്, അങ്ങനെയാണ് പോകുന്നത്. പക്ഷേ ആ പടത്തിൻ്റെ ഒരു രസമുണ്ട്. അതായത് നമുക്ക് തന്നെ അറിയാം, ഇവർ തമ്മിൽ അപരിചിതരായി കണ്ടുമുട്ടുമ്പോൾ ഇവരുടെ ലൈഫിൽ എന്തോ ദുരൂഹത നടക്കാൻ പോകണം, അതെന്തായിരിക്കും നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. ഇൻ്റർവെൽ ആകുമ്പോഴും നമുക്ക് കഥ പിടികിട്ടൂല. സെക്കൻഡ് ഹാഫിലാണ് കുറേ കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്യുന്നത്. ഭയങ്കര ലെയറിംഗ് ഉണ്ട്, കാരണം ഈ പടം കുറച്ച് ബ്രില്യൻസ് ഉള്ള ഒരു സ്റ്റോറിയാണ്. അതായത് നമ്മൾ എല്ലാം ഒന്നും അവർ പറയില്ല, കുറേ കാര്യം നമ്മൾ മനസ്സിലാക്കി എടുത്തോണം. പിന്നെ രാധികയൊക്കെ ഉണ്ട്, നല്ല പെർഫോമൻസാണ്. ഞാൻ തമിഴാണ് കണ്ടത്, തമിഴ് ഹിന്ദിയുണ്ട്. ഹിന്ദിയിൽ വേറെ കുറച്ച് ആർട്ടിസ്റ്റാണെന്ന് തോന്നുന്നു, കുറച്ച് ക്യാരക്ടേഴ്സ് വ്യത്യാസമുണ്ട്. പടം എനിക്കിഷ്ടപ്പെട്ടു. ഇപ്പം ഈ അന്താതന്നെ ഡയറക്ടർ ആയതുകൊണ്ട് തന്നെയാണ് ഈ പടം കാണാൻ വേണ്ടി ഇന്ന് വന്നത്. കൊള്ളാം. വിജയ് സേതുപതിയൊക്കെ നല്ല പെർഫോമൻസാണ്. കത്രീന കൈഫ് ഒരുപാട് നാളിന് ശേഷം പുള്ളിക്കാരിയുടെ നല്ലൊരു പെർഫോമൻസ് കാണാം. മൊത്തത്തിൽ എന്താ പറയുക, ഒരു ത്രില്ലർ പടമാണ്, ത്രില്ലർ ഡ്രാമ. നമുക്ക് ട്രെയിലർ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഈ അന്താതന്നെ ഇഷ്ടപ്പെട്ടവർക്ക് ഈ സിനിമ ഇഷ്ടപ്പെടും. അതിൻ്റെ അത്രയും വന്നിട്ടില്ലെങ്കിലും രസമുണ്ട് പടം. ആ ഒരു കഥ പറഞ്ഞു പോകുന്നത്, അതായത് ഒരു പിരിമുറുക്കമുണ്ട്. എന്താണെന്ന് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ രസം പോകും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കൂടുതൽ കഥയിലോട്ട് പറയാത്തത്. എന്തായാലും ഒരു രസമുള്ളൊരു പടം, വെറൈറ്റി പടമാണ്. വിജയ് സേതുപതി ഓൺ ഡബ്ബിങ് തന്നെയാണ്. തമിഴിന് വേണ്ടിയിട്ട് രാധിക, പിന്നെ വേറെ തമിഴ് ആർട്ടിസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. ഹിന്ദിയിൽ വേറെ ആർട്ടിസ്റ്റുകളാണ് ഇട്ടിരിക്കുന്നത്. കത്രീന കൈഫിന് വേറൊരാളാണ് ഡബ് ചെയ്തിരിക്കുന്നത്. ലിപ്സിംഗ് വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞാൽ ഹിന്ദിയിലാണ് അവർ പറഞ്ഞിരിക്കുന്നതെന്ന് തോന്നുന്നു, അതിൻ്റെ ഉണ്ട്. പക്ഷേ അതൊന്നും വിഷയമില്ല. എന്നു പറഞ്ഞാൽ സിനിമയിൽ നമ്മൾ പറയൂലേ, കുറച്ച് ആർട്ടിസ്റ്റുകളേ ഉള്ളൂ, അവരെ വച്ചിട്ട് ക്രിസ്മസ് തലേ ദിവസം രാത്രി നടക്കുന്ന ഒരു സംഭവം, ക്രിസ്മസിന് അന്ന് നടക്കുന്ന സംഭവമൊക്കെയാണ്. കുറേ സൈക്കോളജിക്കലായിട്ടുള്ള കുറച്ച് കാര്യമൊക്കെ ഉണ്ട്, ക്രിമിനൽ മൈൻഡ്സും അതൊക്കെ ഉണ്ട്. ഒരു ഇംഗ്ലീഷ് സിനിമ കണ്ട പോലെയൊക്കെ ഇരിക്കും, ഒരു പഴയ കുറേ റെട്രോ സിനിമ കണ്ട പോലെ. അങ്ങനെയാണ് മേക്കിംഗ് ഒക്കെ എടുത്തേക്കുന്നത്. ബി ജി എം ഒക്കെ കൊള്ളാം, പ്രീതമാണ് ബി ജി എം ചെയ്തിരിക്കുന്നത്. കുറേ പഴയ ബി ജി എം ഒക്കെ എടുത്ത് സിനിമയിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഒരു പ്രത്യേകതരം പടമാണ്, വെറൈറ്റി പടമാണ്. സ്ഥിരം സിനിമ കാണുന്ന, അതായത് ഭയങ്കര എൻ്റർടൈൻമെൻറ്റ് പടമൊന്നുമല്ല. സിനിമയ്ക്ക് തന്നെ ഒരു സ്ലോ പേസ് ഉണ്ട്, ഭയങ്കര സ്ലോ ആയിട്ടാണ് പോകുന്നത്. 2 മണിക്കൂർ 24 മിനിറ്റ് ഉണ്ട്. പക്ഷേ സിനിമ നമ്മളെ എൻഗേജ് ചെയ്യിപ്പിക്കും. എന്താണ് നെക്സ്റ്റ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഈ സംഭവിച്ചതിൻ്റെയൊക്കെ എന്താണ് പിറകിലെന്ന് നമുക്ക് അറിയാനൊരു ആകാംക്ഷയുണ്ട്. അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ടൈറ്റിലും കണ്ടില്ലേ, മേരി ക്രിസ്മസ് എന്നാണ്. അതായത് അത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ വിഷ് ചെയ്യുന്ന പോലെ. അങ്ങനെയല്ല, ക്രിസ്മസ് തലേദിവസം രാത്രി നടക്കുന്ന ഒരു ക്രൈമാണ്. അതെങ്ങനെ ചുരുളഴിയും എന്നാണ് സിനിമയുടെ കഥ. ഇല്ല, ഈ സിനിമ പറയുന്ന ഒരു ഡയലോഗുണ്ട്, അതായത് മനുഷ്യന്മാരുടെ ജീവിതത്തിൽ, അതായത് അതിൽ പറയുന്ന ഇംഗ്ലീഷ് ഡയലോഗാണ്, ഇൻ ദ നൈറ്റ് ലോങ്ങസ്റ്റ് ആയിരിക്കും, പുലരുന്നതിന് മുമ്പ്. അപ്പോൾ അവിടെ നടക്കുന്നൊരു സംഭവമാണ് ഇത്. ക്രിസ്മസ് എന്ന് പറഞ്ഞ് ഈ ഒരു സിനിമയിൽ അങ്ങനെ മേരി ക്രിസ്മസ് വച്ചിരിക്കുന്ന ഈ സിനിമയുടെ കഥ നടക്കുന്നത് ഈ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, മുംബൈ ബോംബെ ആയിരുന്ന കാലഘട്ടവും. അപ്പം കാലഘട്ടം പോലും പറയുന്നില്ല, ഇങ്ങനെയാണ് എഴുതി കാണിക്കുന്നത്, മുംബൈ ബോംബെ ആയിരുന്ന സമയം. അപ്പോൾ അങ്ങനെ കുറേ ബ്രില്യൻസാണ് അവർ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ക്രിസ്മസ് സമയത്ത് കഥ പറഞ്ഞത് അങ്ങനെ പറഞ്ഞാൽ ഇതിലെ ക്രൈമിനൊരു നമ്മൾ ലൂപ്പ് ഹോൾസ് ചോദിക്കും, ഇതെങ്ങനെ അവിടെ നടന്നു അങ്ങനെ. അപ്പോൾ അതിനാണ് ഈ ക്രിസ്മസ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. പിന്നെ മേരി ക്രിസ്മസ് പറയുന്നത് സിനിമയിലെ ആ കഥാപാത്രങ്ങളും ഈ ക്രിസ്മസുമായിട്ട് ഒരു ബന്ധമുണ്ട്. അത് ഗോവ, മുംബൈ ആയിട്ടൊക്കെയാണ് കഥ പറഞ്ഞിരിക്കുന്നത്. അതെല്ലാം ഒരു ഡയറക്ടർ ബ്രില്യൻസാണ്. നമ്മൾ ഈ അന്താ തന്നെ പറയൂലേ, അത് ഈ ആദ്യം ഇറങ്ങിയപ്പോഴത്തേക്കൊന്നും പലർക്കും ഭയങ്കര അഭിപ്രായമൊന്നുമില്ല. പിന്നെ കണ്ടും ഒ ടി ടിയിലൊക്കെ വന്നപ്പോഴാണ് ഭയങ്കര അഭിപ്രായം. അത് പിന്നെ തമിഴിലെടുത്തു. എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളത്തിൽ പൃഥ്വിരാജൊക്കെ ചെയ്തെന്ന് തോന്നുന്നു, ബ്രഹ്മം എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ ഇതും അങ്ങനെയാണ്. ഇനിയിപ്പം തിയേറ്റർ എത്രവർക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. ഒ ടി ടി വരുമ്പോൾ ചിലപ്പോൾ കുറേ കൂടെ കണ്ടിട്ട് ഇതിൻ്റെ ബ്രില്യൻസ് ഒക്കെ ഇങ്ങനെ വിശകലനം ചെയ്യും, എഫ് ബിയിലും സിനിമ മൂവി ഗ്രൂപ്പിലൊക്കെ. തിയേറ്റർ പക്ഷേ കാണാനുള്ളൊരു പടമാണ്. അതായത് വിജയ് സേതുപതിയുടെയൊക്കെ നല്ലൊരു ഇരുത്തം വന്ന അഭിനയമാണ്. അദ്ദേഹത്തിൻ്റെ ഇടയ്ക്ക് കുറേ സിനിമകളൊന്നും തമിഴിലെ പോരായിരുന്നു, പക്ഷേ ഇത് നല്ല അടിപൊളിയായിട്ട് അദ്ദേഹം ആ റോൾ ചെയ്തിട്ടുണ്ട്. ആൽബർട്ട് എന്ന് പറഞ്ഞ റോൾ, മറിയ എന്ന് പറഞ്ഞിട്ടാണ് കത്രീന കൈഫ്, രണ്ടുപേരും നല്ല സിങ്കായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അന്താതന്നെ ഒരു മൂഡാണ് പടം, അതിലൊരു സംഭവം ഉണ്ടല്ലോ, അതേപോലെ കുറച്ച് സാധനങ്ങളൊക്കെ ഈ പടത്തിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ പടം ഇഷ്ടപ്പെട്ടവർക്ക് ഇത് ഇഷ്ടപ്പെടും. ഭയങ്കര ലെയറിംഗ് ഉണ്ട്, ഒരു ത്രില്ലറാണ്, പക്ഷേ അതിൻ്റെ ഒരു മൂഡ് നല്ല രസമാണ് കേട്ടോ. വിജയ് സേതുപതി ആയാലും കത്രീന കൈഫ് ആയാലും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്.